നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം അതിവേഗത്തിലാണ് നടത്തുക. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. എക്സോലോജിക് കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ED സംഘവുമുണ്ട്. താമസിയാതെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കും. EDയുടെ സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനം നൽകുന്നുണ്ട്. ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ EDയും കേസെടുക്കും. ഇതോടെ പ്രതികളാകുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പാക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ശേഖരിക്കാനാണ് ശ്രമം. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ 9 മുതൽ റെയ്ഡ് നടത്തുന്നത്. മകൾ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യയായ അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച അധിക ദിവസമാകും മുമ്പാണ് SFIO റെയ്ഡിന് എത്തിയത്. ഈ സാഹചര്യത്തിൽ വീണ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് ED പരിശോധന നടത്തും. ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നിരീക്ഷിക്കും. പിണറായി പറഞ്ഞതുപോലൊരു സാമ്പത്തിക ഇടപെടൽ നടത്തിയോ എന്നാകും പരിശോധിക്കുക. അതിനിടെ എക്സാലോജിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങില്ല. CMRL നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. CMRL ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം. ഇവരെയെല്ലാം ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന PVയിലേക്കും അന്വേഷണം എത്തും. ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും. ജനുവരി 31-നാണ് എക്സോലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം SFIOയ്ക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എക്സോലോജിക് CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. വീണയുടെ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറിയത് IT മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് CMRL രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സോലോജിക്കിന് CMRL വൻ തുക കൈമാറി എന്നതായിരുന്നു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ 3-അംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത്. എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത്. തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള SFIOയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. BJP നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു. ഈ കേസ് 12-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത്രനാൾ പിണറായിക്കെതിരെ ആ ഏകാധിപത്യത്തിനെതിരെ എല്ലാവരും പഞ്ചപുച്ഛമടക്കി നിൽക്കുകയായിരുന്നു. ഇനി അന്വേഷണം വന്ന സ്ഥിതിക്ക് പിണറായിക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് CPM. പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നന്മയും പ്രതീക്ഷയും ഒക്കെ ഇല്ലാതെയാക്കി കളഞ്ഞ, ആ പാർട്ടിയെ തന്നെ ഇല്ലാതെയാക്കി കളഞ്ഞ ഏക വ്യക്തിയാണ് പിണറായി വിജയൻ. അന്വേഷണ സംഘം എത്തിയതോടെ പ്രതീക്ഷയിലാണ് അഴിമതിക്കെതിരെ പ്രതിഷേധമുള്ളവർ. കേന്ദ്ര കമ്മിറ്റിയിലടക്കം പിണറായിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പിണറായിയെ പുറത്താക്കണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നാണ് വിവരം. പിണറായിയെ പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടി പിളരുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട്. പിണറായി അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. നന്ദി.